മിശിഹായിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയമക്കൾ, യോഹന്നാന്റെ സുവിശേഷം 16:13 സെന്റ് ജോൺസ് ഗോസ്പൽ ചാപ്റ്റർ 16:13. സത്യാത്മാവ് വരുമ്പോൾ നിങ്ങളെ സത്യത്തിന്റെ പൂർണ്ണതയിലേക്ക് നയിക്കും. സത്യത്തിന്റെ പാതയിൽ നടത്തുന്ന ആത്മാവുണ്ടെന്ന് പറഞ്ഞിരിക്കുന്നതിനാൽ അസത്യത്തിലേക്ക് നയിക്കുന്ന അസത്യത്തിന്റെ ആത്മാവുണ്ടെന്ന് സ്പഷ്ടം. സത്യാത്മാവിന്റെ പ്രേരണ എന്താണെന്ന് വിവേചിച്ച് ആ ആത്മാവിനെ അനുസരിക്കുന്നതാണ് നമ്മുടെ വിജയത്തിനുള്ള മുഖാന്തരം. സത്യത്തിന്റെ ആത്മാവിനെ എങ്ങനെ നമുക്ക് മനസ്സിലാക്കാം? ബഹുമാന്യമായ ജീവിതത്തിന് പ്രേരണ തരുന്നത് സത്യത്തിന്റെ ആത്മാവായിരിക്കും. ഫറവോ രാജാവിന്റെ കൊട്ടാരത്തിലെ സുഖജീവിതം ത്യജിച്ച് ഇസ്രായേലിന്റെ നേതൃത്വം ഏറ്റെടുത്ത് അടിമത്തത്തിൽ നിന്നവരെ വിടുവിക്കുവാൻ മോശയെ പ്രേരിപ്പിച്ചത് സത്യത്തിന്റെ ആത്മാവായിരുന്നു. ത്യാഗജീവിതത്തിലുള്ള ഒരു വിളിയായിരുന്നു. നേരെ മറിച്ച് ഇസ്രായേൽ ജനത്തെ ശപിക്കുവാൻ എലിയാവിനെ പ്രേരിപ്പിച്ചത് അസത്യത്തിന്റെ ആത്മാവാണ്. ഉത്തമമായ ആശയങ്ങൾക്കും ആദർശങ്ങൾക്കും വേണ്ടി ജീവിക്കുവാൻ പ്രേരണ തരുന്നത് സത്യത്തിന്റെ ആത്മാവ്. നാം അവയെ അനുസരിക്കുമ്പോൾ നമ്മുടെ ജീവിതം ദൈവഹിതത്തിന് അനുരൂപമാവും. ആത്മാക്കളെ തിരിച്ചറിയുവാൻ പ്രയാസം തോന്നുന്ന വിധത്തിൽ വിളികൾ ഉണ്ടാകും. ഒരു ജോലിക്കും സേവനത്തിനുമായി ഒരേ സ്ഥാനത്തേക്കും സത്യാത്മാവിൽ നിന്നും അസത്യാത്മാവിൽ നിന്നും ചിലപ്പോൾ ക്ഷണം ലഭിച്ചെന്ന് വരും. ഈശോ മിശിഹായെ സാക്ഷിക്കുവാൻ പുരോഹിത വൃത്തി തെരഞ്ഞെടുക്കുന്നത് സത്യത്തിന്റെ ആത്മാവിന്റെ പ്രേരണയുടെ ഫലമാണ്. പണം സമ്പാദിക്കാനുള്ള മാർഗമായി ഡോക്ടറാകുവാൻ അസത്യത്തിന്റെ ആത്മാവ് പ്രേരിപ്പിക്കും. കഷ്ടപ്പെടുന്നവരെ ശുശ്രൂഷിക്കുവാനായി ഡോക്ടറാകുന്നത് സത്യാത്മാവിന്റെ പ്രേരണയുടെ ഫലമാണ്. നമുക്ക് ലഭിക്കുന്ന പ്രചോദനങ്ങൾ ഏത് ആത്മാവിൽ നിന്ന് വിവേചിച്ച് സ്വീകരിക്കുകയോ നിരാകരിക്കുകയോ ചെയ്യുവാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. ഏത് പ്രചോദനത്തിന്റെയും പിന്നിൽ ഒരാത്മാവുണ്ട്. ഏത് ആത്മാവെന്ന് നമ്മൾ വിവേചിച്ച് അറിയുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും ഞങ്ങളെല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായിരുന്നു. എപ്പോഴും